നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക്ക് ചാരിക്കിടക്കണം തോന്നുന്നുണ്ടോ? അല്ല, അതായിരിക്കും സൗകര്യം. ഒരു പേഷ്യന്റ് ആണെന്ന് ആർക്കും തോന്നുകയില്ല. എഴുന്നേക്ക്, മെല്ലെ ചാരിക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കൊള്ളാം. കിട്ടുപോയ പ്രണയത്തെയും അത് പതുക്കെ പതുക്കെ ആളിക്കത്താൻ ഈ അവസരം ഉപയോഗിക്കാം. അച്ഛാ, അവിടെ കുഞ്ഞുണരാറായി. ഇപ്പൊ കരച്ചിൽ തുടങ്ങും. ഈ കഞ്ഞൊന്നും അമ്മയ്ക്ക് കൊടുക്കാവോ? അതെന്ത് ചോദ്യം മോളെ, ഞാൻ കൊടുക്കാം. ഇങ്ങോട്ടോ. ആ അതെ, അമ്മയുടെ വലത് കൈക്ക് ഇപ്പൊ സ്വാധീനമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കണം. അതെല്ലാം എനിക്കറിയാം. എന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ദേവിയെ നോക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ഇവളും മനഃപൂർവ്വം, എനിക്കതറിയാം. എന്നാ അച്ഛൻ കഞ്ഞി കൊടുക്ക്, ഞാനിപ്പോ വരാവേ. ദേവി അങ്ങനെ ഇരുന്നാ മതി, ഞാൻ കഞ്ഞി കോരിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ. ഞാൻ ചാരി ഇരുന്ന് പതുക്കെ ഇടത് കൈകൊണ്ട് സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി കുടിച്ചോളാം. അതൊന്നും പറ്റില്ല, അത് ശരിയാവില്ല. ദേവി അവിടെ കിടന്നു, ഞാൻ കോരി തന്നോളാം. ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ? എനിക്കോ? എനിക്കിതിൽ പല സന്തോഷം വേറെയില്ല. കുടിക്ക്. ഇതൊക്കെ ദേവി എന്നെ സ്നേഹിച്ചതിനും എന്നെ പരിചരിച്ചതിനും എല്ലാത്തിനും ഉപരി എന്നെ സഹിച്ചതിനും പകരാവോ? എങ്ങനെയെങ്കിലും ഞാനൊരു പ്രായശ്ചിത്തം ചെയ്തോട്ടെ ദേവി. കിട്ടിയ വേഷം ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിയാതെ പോയ ആളുകളാ ഞാനും ദേവിയും. നാട്യം അറിയില്ല, പേര് മാത്രമേ അറിയൂ. എന്താ അങ്ങോട്ട് നോക്ക്. ഇത് വെറും സൗഹൃദമായിട്ട് മാത്രം കരുതിയാൽ മതി, മറ്റർത്ഥങ്ങളൊന്നും ഇതിലില്ല. പോയ കാലങ്ങളൊന്നും തിരിച്ചു വരില്ല. കരഞ്ഞു തീർത്തതിന് പകരമായി വരം തരാൻ ഞാൻ മുനിയോ ദൈവമോ ഒന്നുമല്ല. മതി മതി, ഒരു വെളിപ്പാട് അകലെയെങ്കിലും ദേവിയുടെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം മാത്രം, അത് മതി. ഷോർട്ട് ഫിലിമിന്റെ പേര് മാറ്റി ഒരു വെളിപ്പാടല്ലേ? മതി ചേട്ടാ, മതി. മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? കഴിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.